أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ച തമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹു മനുഷ്യരായ നമുക്ക് നൽകി തന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടായി. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നല്ല വീടും നല്ല വസ്ത്രവും ഭക്ഷണവും വാഹനവും സമ്പത്തും മറ്റ് ഭൗതികമായ എണ്ണിയാൽ ഒതുങ്ങാത്ത സൗകര്യങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ അനുഗ്രഹമാണ് അള്ളാഹു ഇതര ജീവജാലങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സ്വഭാവത്തിൽ ബുദ്ധിയും വിവേകവും അതുപോലെ തന്നെ നല്ല രൂപ സൗന്ദര്യവും നൽകി അള്ളാഹു നമ്മയൊക്കെ സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തീനിൽ ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന്, പാകപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റ് ഇതര ജാലങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് സൂറത്ത് നൂറിൽ അള്ളാഹു തആല പരാമർശിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ് അവയുടെ ഉത്ഭവമെന്നും അവയിൽ വയറുകൊണ്ട് നടക്കുന്ന ജീവജാലങ്ങളുണ്ട് എന്ന്, പാമ്പിനെ പോലെ 2 കാലിൽ നടക്കുന്നവയുണ്ട് എന്ന്, 4 കാലിൽ നടക്കുന്നവയുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നിടത്ത് പറയുന്നുണ്ട്. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് സർവശക്തൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ ഉരകങ്ങളെ പോലെയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഉരകങ്ങൾക്ക് ആ സൃഷ്ടിപ്പാണ്, ഉദരങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു രൂപമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് 4 കാലിൽ സഞ്ചരിക്കുന്ന ഒരു രൂപമാണ് മനുഷ്യർക്ക് എങ്കിൽ നമ്മൾ സങ്കല്പിച്ചു നോക്കുക എങ്ങനെ ഉണ്ടായിരിക്കും നമ്മളുടെ രൂപം. അതുകൊണ്ടാണ് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചത്. ഏറ്റവും അഹസനായ രൂപത്തിലാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മെ കുറിച്ചൊരു ന്യൂനത പറയാം. അള്ളാഹു ഫിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ അവയവവും അത് അവിടെയായിരുന്നില്ല വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അത് ഒറ്റയായിട്ടല്ല വേണ്ടിയിരുന്നത്, ഇരട്ടയുള്ളത് ഒറ്റയായിട്ടായിരുന്നു വേണ്ടത് എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു മനുഷ്യനും തോന്നിയിട്ടില്ല. ഓരോ അവയവവും ഫിറ്റ് ചെയ്യേണ്ടുന്ന, കണ്ണ് എവിടെയാണോ ഫിറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ അവയവവും കൃത്യമായിക്കൊണ്ടാണ്. ഇമാം റാഗിബ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അൽ മുഫറദാത്തിൽ വിശദീകരിക്കുന്നുണ്ട്.
എന്താണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാണ് വദാലിക ഇശാറത്തുൻ ഇലാ മാ ഖസ്സ ബിൽ ഇൻസാൻ മിനൽ അഖ്ലി വൽ ഫഹ്മി വ ഇന്തിസാബി ഖാമത്തു ദാല അലാ ഇസ്തിലായി അലാ കുല്ലി മാ ഫീ ഹാദൽ ആലം. ഈ ലോകത്ത് അല്ലാഹു തആല മനുഷ്യനെ എല്ലാം അടക്കി ഭരിക്കാൻ ഉതകുന്ന രൂപത്തിൽ നട്ടല് നിവർന്നു നിന്ന ശരീരവും ഗ്രഹണശേഷിയും ബുദ്ധിശേഷിയും നൽകിയ ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ് മനുഷ്യൻ. ഇതാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. നിവർന്നു നിന്ന് നടക്കാൻ, എല്ലാം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, എല്ലാം ബുദ്ധിപരമായി ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കഴിവും ലോകത്ത് എല്ലാറ്റിനെയും അടക്കി ഭരിക്കാൻ സർവശക്തനായ അള്ളാഹു നൽകിയിട്ട്. അതാണ് അഹ്സൻ തഖ്വീം എന്നത് അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ വിശദീകരിക്കുക. നിങ്ങൾ നോക്കൂ, നമ്മളെക്കാൾ മനുഷ്യനേക്കാൾ എത്രയോ 10 മടങ്ങ് ഭാരമുള്ള വലിയ ആനയെ നമ്മുടെ നടയിൽ ഇറുക്കിക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കും. ഡോൾഫിനുകളെ കൊണ്ട്, കടലിലുള്ള ഡോൾഫിനുകളെ കൊണ്ട് പന്ത് കളിപ്പിക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പടച്ചു തമ്പുരാൻ ഒരുപാട് ബുദ്ധി വികാസം അല്ലാഹു തആല മനുഷ്യർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ, വേറെ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യന്മാര് ഓരോ കാലഘട്ടങ്ങളിലും അവന്റെ വളർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെ വളർന്നു വരികയാണ് ഇല്ലേ? കുടിലിൽ ജീവിച്ച അല്ലെങ്കിൽ ഗുഹകളിൽ ജീവിച്ച് വളർന്നിരുന്ന നമ്മുടെ ആദിമ കാലഘട്ടങ്ങളിലെ മനുഷ്യന്മാർ ഇന്ന് വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കും. കൊട്ടാരങ്ങൾ പ്ലാൻ ചെയ്യുവാനും അത് ഡിസൈൻ ചെയ്യുവാനും നിർമ്മിക്കുവാനും അതിൽ താമസിക്കുവാനും മനുഷ്യന്മാർക്ക് സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, കാളവണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഇന്ന് മെട്രോകളിൽ സഞ്ചരിക്കാൻ മനുഷ്യന്മാർക്ക് അവരുടെ ബുദ്ധി വികാസം അവരെ പ്രാപ്തമാക്കിയിരിക്കുന്നു. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേറെ പായ്വഞ്ചികളിൽ സഞ്ചരിച്ചിരുന്ന നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിലെ മനുഷ്യന്മാര് അതിൽ നിന്നും ഇന്ന് മാറി അന്തർവാഹിനി കപ്പലുകളിലും അതുപോലെ തന്നെ ഒരു വലിയ ലോകമായി മാറിയിരിക്കുന്ന വലിയ വൻ കപ്പലുകളിൽ എത്രയോ എടുപ്പുകളുള്ള കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ട് സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ഇന്ന് മനുഷ്യന്മാർക്ക് സാധിക്കുന്നു. ഇത് നമ്മുടെ ബുദ്ധി, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധി വികസിപ്പിച്ചുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ട് മനുഷ്യന്മാർക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കുള്ളൂ. വേറെ ഒരു ജീവജാലത്തിനും അങ്ങനെ സാധിക്കൂല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഭൂമിയിലുള്ള കരയാണെങ്കിലും കടലാണെങ്കിലും വാനലോകമാണ് എങ്കിലും അവയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാം എന്നുള്ളത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജാസിയയിൽ പറയുന്നത് 13-ാമത്തെ ആയത്ത്, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വമാ ഫിൽ അർദി ജമീഅൻ മിൻഹു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. മനുഷ്യന്മാരെ കുറിച്ച് എന്താ പറയാ? അല്ലാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയിലും ആകാശങ്ങളിലും ഒക്കെ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്നുകൊണ്ട് ഒരു രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുവാനും സംസാരിക്കുവാനും ഇന്ന് ആധുനിക ലോകത്തിന് സാധിക്കും. മനുഷ്യന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ അത്രമാത്രം മനുഷ്യന്മാരുടെ ബുദ്ധി വികസിച്ചു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. തീർച്ചയായിട്ടും മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ പക്ഷി മൃഗാദികൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പക്ഷി മൃഗാദികൾ എങ്ങനെയൊക്കെയാണോ ജീവിച്ചത് അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. അവ ഉണ്ടായ കാലഘട്ടങ്ങളിൽ ഒരു കാക്ക എങ്ങനെയായിരുന്നോ കൂടുകൂട്ടിയിരുന്നത്, അതിന്റെ ആ ഉണ്ടായ കാലഘട്ടം നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു കാക്ക എങ്ങനെ കൂടുകൂട്ടിയോ അതേ രൂപത്തിലാണ് ഇന്നും ഒരു കാക്ക കൂടുകൂട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വർഗത്തിൽപ്പെട്ട ഒരു സിംഹം എങ്ങനെയായിരുന്നോ ഇര പിടിച്ചിരുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും സിംഹം ഇര പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും അവർക്കില്ല. അവരങ്ങനെ തന്നെയാണ്. എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്? അവർ മാളങ്ങളിലാണ് ജീവിച്ചതെങ്കിൽ ഇന്നും മാളങ്ങളിൽ തന്നെയാണ്. അവർ ശിഖരങ്ങളിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നും ശിഖരങ്ങളിലാണ്. ഇത് ജന്തുജാലങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ പടച്ച തമ്പുരാൻ ഈ കനിഞ്ഞ് നൽകിയിരിക്കുന്ന ബുദ്ധി ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു ഉലിൽ അൽബാബ്,
ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ളവർ ആലോചിക്കാൻ വേണം. ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കുവാൻ വകയുണ്ട്. ചില കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഖുർആൻ ഒരുപാട് മനുഷ്യന്മാരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ബുദ്ധി വികാസത്താണ്. നിങ്ങൾ നോക്കൂ, ഈ ബുദ്ധി മനുഷ്യൻ ഓരോ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓരോ സെക്കൻഡിലുമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക സമൂഹം ഈ ഉപയോഗം കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലകളിലും പണ്ട് കാലഘട്ടങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ പുരോഗതി പ്രാപിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. ഇപ്പൊ വ്യവസായ മേഖലകൾ ചോദിച്ചു നോക്കുക, കാർഷിക മേഖലകൾ ചോദിച്ചു നോക്കുക, ഏത് മേഖലകളിലാണെങ്കിലും ആരോഗ്യരംഗം, വാണിജ്യരംഗം, വിദ്യാഭ്യാസ രംഗം എന്ന് വേണ്ട ശാസ്ത്ര രംഗം പോലും എല്ലാ രംഗങ്ങളും മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരുപാട് മാറ്റം. എന്തെല്ലാം ഉപകരണങ്ങളാണ് പണ്ട് കാലഘട്ടങ്ങളിൽ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഉപകരണങ്ങൾ ഏത് രംഗത്തും മനുഷ്യൻ നിലകൊള്ളുന്ന ഏത് രംഗങ്ങളിലും ഇന്ന് അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ്. എന്തിനും ഒരു വിത്ത് വിതക്കാൻ പോലും ഇന്ന് യന്ത്രങ്ങളുണ്ട്, കൊയ്യാൻ യന്ത്രങ്ങളുണ്ട്, അത് മെതിക്കുവാൻ യന്ത്രങ്ങളുണ്ട്, അത് സംസ്കരിക്കാൻ യന്ത്രങ്ങളുണ്ട്. ഒരു മേഖല നമ്മൾ പരിശോധിച്ചു നോക്കാം, എല്ലാ രംഗത്തും മനുഷ്യ പുരോഗതിയുടെ, മനുഷ്യ ചിന്തയുടെ, മനുഷ്യ ബുദ്ധിയുടെ വലിയ ഭാവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. ഈ രംഗത്ത്, ശാസ്ത്ര രംഗത്തുണ്ടായ വലിയ ഒരു കുതിച്ചുചാട്ടമായിരുന്നു വാർത്താ വിനിമയ രംഗത്തുണ്ടായിരിക്കുന്ന കുതിച്ചുചാട്ടം. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ ഒരു എടുത്തുചാട്ടമാണ് ശാസ്ത്ര രംഗത്ത്, ഈ വാർത്താ രംഗത്തുണ്ടായിരിക്കുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്കൊക്കെ അറിയാം, വലിയ അധികം കാലഘട്ടമൊന്നായിട്ടില്ല, വിദേശങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, അവരുടെ വിവരം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആഴ്ചകളും മാസങ്ങളും കാത്തു നിൽക്കണം ഒരു കത്ത് കിട്ടാൻ വേണ്ടി. കത്ത് കിട്ടുമ്പോഴേ അവരുടെ വിവരം എന്താ നമുക്ക് അറിയൂ. പോസ്റ്റ്മാൻ വരുന്നത് കാത്തു നിൽക്കുകയായിരിക്കും നാട്ടിലുള്ള ആളുകൾ. ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. വിവരം അറിയില്ല, എന്താണ് മക്കളുടെ വിവരം, ഭർത്താവിന്റെ വിവരം അറിയാതെ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആ രംഗം. അതിന്റെ മുമ്പ് എങ്ങനെയായിരുന്നു? അതിന്റെ മുമ്പ് കത്തുകൾ അയക്കാൻ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ പ്രാവ്, അതുപോലെ തന്നെ മറ്റു ചില പക്ഷികളുടെ കാലുകളിൽ എഴുത്തുകൾ കെട്ടിത്തൂക്കും. ഈ എഴുത്തുകൾ കെട്ടിത്തൂക്കിയിട്ടായിരുന്നു അവർ ഈ വാർത്തകൾ പരസ്പരം കൈമാറിയിരുന്നത്, മെസ്സേജുകൾ കൈമാറിയിരുന്നത്. ഇതൊന്നും അധിക കാലമായിട്ടില്ല. പിന്നീട് കാലഘട്ടങ്ങൾ മാറി. പിന്നെ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാർത്താ വിനിമയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രാജാക്കന്മാർക്കും കത്തയച്ചിരുന്നു, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട്. ആ സന്ദേശങ്ങൾ അറിയിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വാർത്താ മാധ്യമം ഒരു മനുഷ്യന്റെ അടുത്ത് കൊടുത്തേക്കാം. അത് ചിലപ്പോൾ കുതിരപ്പുറത്ത് കയറിയോ കഴുതപ്പുറത്ത് കയറിയോ ഉദ്ദേശിക്കുന്ന രാജാക്കന്മാരുടെ അടുത്തേക്കോ സൈന്യാധിപന്മാരുടെ അടുത്തേക്കോ കൊടുത്തേക്കോ ചിലപ്പോൾ മാസങ്ങൾ പിടിക്കും ആ മെസ്സേജ് അവർക്ക് കിട്ടാൻ. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നോക്കൂ നിങ്ങൾ, കാലഘട്ടങ്ങൾ മാറി. കാലഘട്ടങ്ങൾ മാറിയപ്പോൾ പിന്നീട് കത്തുകളിൽ നിന്നും അല്പം ഒരു പുരോഗതി എന്ന നിലയിൽ ടെലഗ്രാമായി ഉണ്ടായിരുന്നത്. ഒരു മെസ്സേജ് എത്തിക്കാനുള്ള പ്രയാസം. ഇപ്പൊ ഞാൻ പരപ്പനങ്ങാടി ജോലി ചെയ്യുന്ന ഒരു സമയത്ത് എന്റെ ബന്ധുവായിപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോ ആ മരണ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഒരു സഹോദരൻ പരപ്പനങ്ങാടി വന്ന് വിവരം അറിയിച്ചു. ഞാനത് എന്റെ ഒരു അനുഭവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് കൈമാറാൻ മറ്റൊരു മാർഗമില്ല. ഇങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക, പിന്നെ ലാൻഡ് ഫോണുകൾ വരാൻ തുടങ്ങി. ലാൻഡ് ഫോണുകൾ വരലും പോക്കും എല്ലാം കാലതാമസം ഉണ്ടായിട്ടില്ല. നമ്മുടെ നാടുകളിലൊക്കെ STD ബൂത്തുകളും ISD ബൂത്തുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് വന്നതും പോയതും നമ്മൾ അറിഞ്ഞിട്ടില്ല. കുറഞ്ഞ കാലം കൊണ്ട് മാറി. ഇത് ശാസ്ത്ര രംഗത്ത് ഇപ്പൊ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ സംവിധാനം ഉണ്ടായിരുന്നപ്പോൾ കോയിൻ ബോക്സിന് വേണ്ടി അതിന്റെ ആ സ്ഥലങ്ങളിൽ പോയി ക്യൂ നിൽക്കുന്ന ചരിത്രം നമ്മുടെയൊക്കെ ജ്യേഷ്ഠന്മാരും നമ്മുടെയൊക്കെ അനിയന്മാരും ഒക്കെ പോയി പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം എന്താ, കോയിൻ ബോക്സ് ഇട്ടിട്ട് ഇവിടെയുള്ള ഭാര്യക്ക് ഫോൺ ചെയ്യാൻ അതിന് കൃത്യമായ സമയം ഉണ്ടാവുന്ന ഈ ഒരു കാലഘട്ടം മാറി. ഈ കാലഘട്ടം മാറി. അതിനുശേഷം വരാൻ വന്നത് എന്താ, വലിയ ഒരു വിപ്ലവമാണ്. ഇത് നമുക്കറിയാം. ഇന്ന് നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫോണിലേക്ക് കാലഘട്ടം മാറി. ഈ ഫോൺ ആധുനിക സംവിധാനത്തിലെ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ്.
ഇത് മനുഷ്യന്റെ ബുദ്ധി, പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന ബുദ്ധി ശാസ്ത്രജ്ഞന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന മാർഗമാണ്. ഇന്ന് ഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഫോൺ മതി, എല്ലാറ്റിനും ഫോൺ മതി. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ട് കാലഘട്ടങ്ങളിൽ യാത്ര ചെയ്ത് മഞ്ചേരിയിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ചെങ്ങരയോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിപ്പോകുമ്പോ അവർക്ക് രാത്രി പോരുന്ന സമയത്ത് അവർക്ക് വെളിച്ചത്തിന് വേണ്ടി ചൂട്ട് വാങ്ങിപ്പോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കടകളിലൊക്കെ ചൂട്ട് വെക്കും. ഇന്നത്തെ കുട്ടികൾക്ക് ചൂട്ട് പറഞ്ഞാൽ തന്നെ എന്താ അറിയില്ല. ആ ചൂട്ട് പിന്നീട് മാറി, ചൂട്ട് മാറിയിട്ട് പിന്നെ ഓടക്കുറ്റിയായി മാറി. മണ്ണെണ്ണ വാർന്ന് അതിൽ ഒരു തുണിക്കഷ്ണോ അല്ലെങ്കിൽ ചെകിരിത്തുപ്പ വെച്ചുകൊണ്ട് അതിൽ മണ്ണെണ്ണ വാർന്നു പോകും. ഇങ്ങനെ ഒരു കാലഘട്ടം. പിന്നെ അത് മെഴുകുതിരിയിലേക്ക് മാറി. നിങ്ങൾ നോക്കി, പിന്നീട് ഗൾഫിൽ നിന്നും ടോർച്ചുകൾ കൊണ്ടുവരുന്ന കാലഘട്ടം. ഇതൊന്നും ഇല്ലല്ലോ. ഇതിനൊക്കെ പകരമായി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ മതി. ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. എല്ലാറ്റിനും ഇനി ഫോൺ മതി. ഇന്ന് പണം അടക്കാൻ, പണം നമുക്ക് നൽകാൻ, എല്ലാറ്റിനും ഇന്ന് ഫോണിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാത്ത ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. ഇത് പടച്ചോന്റെ അനുഗ്രഹം. അപ്പൊ ഈ അനുഗ്രഹം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെല്ലാം ഖുർആൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് കേൾക്കാം. ഖുർആനിന്റെ പരിഭാഷ നമുക്ക് ഫോണിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. ഖുർആൻ ക്ലാസുകൾ നമുക്ക് കേൾക്കാം, ഹദീസ് ക്ലാസുകൾ കേൾക്കാം, ഫിഖ് ക്ലാസുകൾ കേൾക്കാം, കാണാം. ലോകത്തുള്ള എല്ലാ വിവരങ്ങളും വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ ശകലം നമ്മൾ അതിൽ അടിച്ചു കൊടുത്താൽ ആ ആയത്ത് ഏത് സൂറയിലാണ്, എത്രാമത്തെ ആയത്താണ് എന്ന് കൃത്യമായി നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ ഫോൺ മതി, എന്തിനും ഫോൺ മതി. ഇനി ഭൗതിക ലോകത്തിലെ എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് വേണം, വിമാനം ടിക്കറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫോൺ മതി, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകണം, എല്ലാറ്റിനും ഇന്ന് ഫോൺ വരുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ ആശയവിനിമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽ പല സംഗതികളുണ്ട്. നമുക്കറിയാം, വാട്സാപ്പുകളുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബുകളുണ്ട്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ടെലഗ്രാം, അതുപോലെ തന്നെ ഷോർട്സ്, റീൽസ്. ഏറ്റവും ആധുനികമായി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് AI ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്താൽ അതിന്റെ കൃത്യമായ വിവരം ആ ഫോൺ നമുക്ക് കൊണ്ടുതരും. ഉദാഹരണമായിട്ട് ഇന്ന് ഖുതുബ പറയേണ്ട ഒരു വിഷയം ഞാൻ ടൈപ്പ് ചെയ്ത് അറിയിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഏതൊക്കെ എന്ന് എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ AI എനിക്ക് പറഞ്ഞു തരും. എവിടെ എത്തി നമ്മുടെ ലോകം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഒരു കാലഘട്ടത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. സൂറത്ത് നംലിലെ 40-ാമത്തെ ആയത്ത് പല ആയത്തുകളും സൂചിപ്പിക്കുന്നുണ്ട്. അതിലെ ബിൽക്കീസ് റാണിയുടെ കൊട്ടാരം, ആ സിംഹാസനം കൊണ്ടുവരുവാൻ വേണ്ടി പറയുന്ന ഒരു ചർച്ച ആ ആയത്തിൽ കാണാൻ സാധിക്കും. അവിടെ പറയുന്ന ഒരു പരാമർശമുണ്ട് ഖുർആൻ. ആദാമിൻ ഫദിൽ റബ്ബി, ആദാമിൻ ഫദിൽ റബ്ബി എന്ന് പറഞ്ഞാൽ അവിടെ ഇമ വെട്ടുന്നതിന് മുമ്പ് ഞാൻ അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ് ആദാമിൻ ഫദിൽ റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഞാൻ നന്ദിയാണോ കാണിക്കേണ്ടത്, നന്ദികേടാണോ കാണിക്കുന്നത് എന്ന പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ അനുഗ്രഹം എനിക്ക് ഫദിൽ എനിക്ക് നൽകിയത്. ഇത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ നടമാടുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും ഇത് ബാധകമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ പരാമർശിക്കേണ്ടി വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്താ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. അത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുന്നതോട് കൂടി തന്നെ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് എനിക്ക് എന്റെ ഒരു പരീക്ഷണം. ഈ സാധനം എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണോ കുഫ്ർ ചെയ്യാൻ വേണ്ടിയാണോ, നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണോ നന്ദികേട് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇന്നൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, തൊടാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താന്ന് ചോദിച്ചാൽ നമ്മളെ മക്കളല്ല, നമ്മളെ ഭാര്യമാരെയോ നമ്മളെ ഇണകളെയോ അല്ല നമ്മൾ കൂടുതൽ സമയം തൊടുന്നതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോണുകളാണ്. ആ ഫോണുകളില്ലാതെ പലർക്കും വിഷമാണ്, അടിച്ചയച്ചിട്ട് പലരും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക,
ഈ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടും. എന്തെല്ലാം ഗുണങ്ങളാണ്! അതേമാതിരി തിന്മയുമുണ്ട്. രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണുകൾ. ഈ ഫോണുകൾ അത് ഗുണകരമാക്കണോ അല്ല നാളെ നമുക്ക് പരലോകത്ത് ശിക്ഷയാക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ കൃത്യമായ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോണുകൾ. ഇത് ചിലപ്പോൾ ഇനിയും മാറും. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ടെക്നോളജികൾ വികസിച്ചുകൊണ്ടിരിക്കുക ഇനിയും. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആധുനികമായ ഈ ഉപകരണം, വാർത്താവിനിമയ മാർഗം, നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുവാൻ വേണ്ടിയാണോ അല്ല അള്ളാഹുവിന് കുഫറാണോ ഇതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുക. നമ്മളുടെ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം ശുക്രിന് വേണ്ടി നാളെ ഒരു പ്രതിഫലം അതുകൊണ്ട് കിട്ടുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഇത്തരം ഉപകരണങ്ങളെ, ഇത് മാത്രമല്ല ഇത്തരം ഉപകരണങ്ങളെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹി തആല. സ്നേഹനിധികളായ കാരണവന്മാരെ, ജ്യേഷ്ഠാന്യന്മാരെ, സഹോദരികളെ, അള്ളാഹു ശാസ്ത്ര രംഗത്ത് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. പല അനുഗ്രഹങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫോൺ. ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, ഫോൺ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയമാണ് നമ്മൾ ഇതിനോട് ഉപയോഗിക്കുന്നത്. ലോകത്ത് ഏകദേശം 300 കോടിയിലോ അധികം ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം അർജന്റീനക്കാരാണ്. അവര് 4 മണിക്കൂറും ഒരു ദിവസത്തിൽ 4 മണിക്കൂറും 18 മിനിറ്റും ഒരു ശരാശരി അവരൊരു ദിവസം ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോണിൽ അഡിക്റ്റ് ആയിരിക്കെ. ഏറ്റവും കുറവ് ജപ്പാൻകാരാണ് നടന്നത്. 42 സെക്കൻഡ് അവരൊരു ദിവസം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. ഇന്ത്യക്കാരായ നമ്മള് ഈ ഫോണിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2 മണിക്കൂറും 52 മിനിറ്റും എന്നാണ്. അത്രയും സമയം നമ്മൾ ഇന്ത്യക്കാർ ഈ ഫോണിന് മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ എത്രമാത്രം നമ്മൾ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ആലോചിക്കും. ഇനി നമ്മളെ കുറിച്ച് ആലോചിക്കാം. നമ്മൾ ഇന്ത്യക്കാരാണ്. ഞാൻ എൻ്റെ സമയം എത്ര സമയം ഈ ഫോണിന്റെ മുന്നിൽ ഇരിക്കാറുണ്ട്? ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സമയവും അള്ളാഹു നമ്മോട് അള്ളാഹു തന്നെ ചോദ്യം ചെയ്യും. അതിപ്പോ ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്നെ റസൂൽ പറഞ്ഞ ഏതിനാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, ഓന്റെ വയസ്സ്, ഓന്റെ ആയുസ്, ഓന്റെ മണിക്കൂറുകൾ, ഒരാളുടെ മണിക്കൂർ എന്തിനു വേണ്ടി ചെലവഴിച്ചു. അപ്പൊ ഫോണിൽ ഉപയോഗിക്കാം, പക്ഷെ അത് നന്മക്ക് വേണ്ടിയായിരിക്കണം. നമ്മൾ പറഞ്ഞു ഫോൺ നന്മക്കുമുണ്ട് തിന്മക്കുമുണ്ട്. അപ്പൊ നന്മയുടെ ഭാഗത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവോട് പറയാം, പടച്ചോനെ ഞാൻ നിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ല തിന്മക്ക് വേണ്ടിയാണോ നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കും. ഒന്ന്, ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ. രണ്ടാമത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കേണ്ടത് അമിതമായ ഫോണിന്റെ ഉപയോഗം, അത് നന്മക്കാണെങ്കിലും തിന്മക്കാണെങ്കിലും അത് മനുഷ്യന്റെ ശരീരത്തിന് കേടാണ്. ഇതൊക്കെ ആധുനിക പഠനങ്ങളാണ്, നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അവന്റെ കണ്ണിന് കേടാണ്. കണ്ണാണ് ഏറ്റവും വലിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ലിബദനിക അലൈക ഹഖ, നിന്റെ ശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. നിങ്ങൾ നോക്കി, അല്ലാഹുവിന്റെ റസൂല് ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടി വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുക. ഇത് പരലോകത്തിലുള്ള കാര്യമല്ല. നിന്റെ ശരീരത്തെ നീ ക്ഷീണിപ്പിക്കാൻ പാടില്ല. നിന്റെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്. വഇന്ന അലൈക നിന്റെ കണ്ണിനോട് ചില ബാധ്യതകൾ നിനക്കുണ്ട്. അപ്പൊ നമ്മൾ കണ്ണ് വളരെ കൂടുതൽ സമയം ഇത്തരം സ്ക്രീനുകളുടെ മുമ്പിൽ നോക്കി നിന്നാൽ അത് കണ്ണിന് കേടാ. ഇതിപ്പോ റസൂലുള്ള പറഞ്ഞതല്ല,
ഇപ്പൊ ആധുനിക പഠനങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത് കണ്ണിന്റെ നോട്ടം, ഇത്തരം നോട്ടങ്ങളിൽ സ്ക്രീനിലേക്ക് നോക്കുന്നത് കേടാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു തന്നിരിക്കുന്നത്, നമ്മൾ ഫോണിൽ പലതും നമ്മൾ പറയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പലതും നമ്മൾ ഉപയോഗിക്കുന്ന, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, ട്വിറ്റർ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, ടെലഗ്രാം ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ അതിനുള്ള യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, റീൽസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, ഷോർട്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, അത് നിർമ്മിക്കുന്ന ആളുകളുണ്ടാവും, കൊടുക്കുന്ന ആളുകളുണ്ടാവും, ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്നതും എഴുതുന്നതുമായ വാചകങ്ങൾക്ക് നാളെ പരലോകത്ത് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിൽ പറയാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ മൊഴിയുന്ന ഓരോ സംസാരത്തിലും പടച്ച തമ്പുരാൻ അവന്റെ അരികിൽ റഖീബിനെയും അതീദിനെയും നിശ്ചയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തോണ്ടി വിടുന്ന ഓരോ മെസ്സേജും, നമ്മൾ ടൈപ്പ് ചെയ്ത് വിടുന്ന ഓരോ മെസ്സേജും, നമ്മൾ ഓരോന്നിനും കൊടുക്കുന്ന കമന്റുകളും ഷെയറും, ഇതൊക്കെ നാളെ പരലോകത്ത് അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യും. അതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ജാഗരൂകരായി ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കാരണം എന്താ, നമ്മുടെ ഒരു ഷെയർ ചിലപ്പോ 10,000-കണക്കിന് ആളുകൾക്കേക്കാരം പെട്ടെന്ന് എത്തുക, 10,000-കണക്കിന് ആളുകൾക്കേക്കാരം പെട്ടെന്ന് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സംഗതി നല്ലതാണോ, നല്ലത് മാത്രമേ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എന്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ നല്ലത് പറയട്ടെ, കമന്റായി നല്ലത് പറയട്ടെ. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് എല്ലാത്തിനും പ്രതികരിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. പലതും ഉണ്ടാവും. അപ്പോ ഒരു വിശ്വാസി കൃത്യമായ അവബോധം ഇതിന് വേണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഉറപ്പില്ലാത്ത ഒരു കാര്യവും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഒരു കാര്യവും. ഞാൻ ഓതി വെച്ച സൂറത്ത് ഹുജറാത്തിലെ 6-ാമത്തെ വചനത്തിൽ അന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ അല്ലാത്ത കാലത്ത് ഖുർആൻ ഉണ്ടായിരുന്നു, ഖുർആൻ പറഞ്ഞിരുന്നു. പക്ഷെ ഖുർആൻ വളരെ കൃത്യമായി പറയാം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നമ്മളോടല്ല പറയാം, സത്യവിശ്വാസികളെ, ജാഅകും ഫാസിഖും ബിനബഇ, ഒരു വർത്തമാനവുമായി ഒരു ദുർമാർഗി നിന്റെ അടുത്ത് വന്നാൽ, എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത ഒരു വാർത്തയുമായി നിന്റെ അടുത്ത് വന്നാൽ, നിന്റെ വാട്സപ്പിലേക്ക് വന്നാൽ, നീ നോക്കുന്ന ഫേസ്ബുക്കിലേക്ക് കിട്ടിയാൽ, ഷോർട്സിൽ വന്നാൽ, റീൽസിൽ വന്നാൽ, എന്തായിരിക്കണം നിന്റെ പ്രതികരണം? ഫതബയ്യനു, നീ കൃത്യമായി അത് അന്വേഷിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഈ വാർത്ത ശരിയാണോ തെറ്റാണോ? കാണുമ്പോൾ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട, അതിന് ലൈക്ക് അടിക്കാൻ നിൽക്കണ്ട. ഫതബയ്യനു, ആ ഫാസിക്ക് മോശമായ തെറ്റായ ഒരു വാർത്തയാണ് നിനക്ക് എത്തിച്ചതെങ്കിൽ ഫതബയ്യനു, നീ അത് കൃത്യമായി അന്വേഷിക്കണം. ഈ വാർത്ത ശരിയാണോ? ചില ആളുകളൊക്കെ മരിച്ചു വന്നിട്ട്, മരിക്കാത്ത ആളുകൾ മരിച്ചു വന്നിട്ട് ചിലപ്പോൾ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ വരും. ഇപ്പൊ ഞാനാണല്ലോ ആദ്യം കണ്ടത് ചോദിച്ചിട്ട് ആ വേറെ ഒരു 100 വാട്സപ്പ് ഗ്രൂപ്പ് കണ്ട് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതപരമായിട്ടുള്ളതോ രാഷ്ട്രീയപരമായിട്ടുള്ളോ ഉള്ള വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വിരുദ്ധമായതോ എന്താണെങ്കിലും അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ അയാളെങ്കിലും ആ വീഡിയോ ശരിക്കും കാണണ്ടേ, വീഡിയോ പോലും ശരിക്കും കാണാതെ അതിന് മുമ്പ് ഷെയർ ചെയ്യും. ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കും. ഇതൊന്നും പാടില്ല എന്താ പറയാ. നീ കൃത്യമായി അതിന്റെ വിവരം അന്വേഷിക്കണം. അല്ലെങ്കിൽ എന്താ, അറിവില്ലാത്ത ഒരു ജനങ്ങളെ ആപത്തിൽ നീ പെടുത്തുകയാണ് ചെയ്യുന്നത്. എത്ര കൃത്യമാണെന്ന് പറഞ്ഞത്. അങ്ങനെ നീ അതിന്റെ വസ്തുതകൾ അന്വേഷിക്കാതെയാണ് നീ ഷെയർ ചെയ്യുന്നതെങ്കിൽ, നീ അതിന് കമന്റ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവസാനം എന്താവും എനിക്ക് മനസ്സിലാവും. ഇതെന്തായി? നീ അവസാനം ഖേദിക്കുന്ന ആളുകളുടെ കൊടുത്തു കൊടുക്കും. ഈ മെസ്സേജ് അത് ഫ്രോഡായിരുന്നു, അത് ആ മെസ്സേജ് ശരിയല്ലാത്തതായിരുന്നു എന്ന് അറിഞ്ഞ്
പിന്നീട് അത് അവന് ഡിലീറ്റ് ചെയ്യാൻ പോലും പറ്റൂല. കാരണം എന്താ, അതിന് സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ആ തെറ്റായ വാർത്ത ഒരുപാട് ആളുകളിലേക്ക് പരന്നിട്ടുണ്ടാവും. ഇത് അത്ര നിസ്സാരമായ കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കൃത്യമായ ബോധം നമ്മളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഹറാമായ ഒരുപാട് കാഴ്ചകൾ ഈ ഫോണിലൂടെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, അത് കാണാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും കരണീയമായിട്ടുണ്ട്. മറ്റൊന്ന് ഇതിന്റെ ഒരു ആസക്തിയാണ്, അഡിഷൻ എന്ന് പറയുമ്പോൾ. അഡിഷൻ എന്നാൽ എന്താ, ചില ആളുകൾ കാണും നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഫോൺ എടുക്കണം. നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടി എന്നിട്ട് എടുക്കുമ്പോൾ ഫോൺ എടുക്കുക. ഈ ഫോൺ എങ്ങാനും ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു തരം വെപ്രാണ്. നമ്മൾ പറയും കുട്ടികളിലാണ് ഈ ദുശീലുള്ളത്. സത്യത്തിൽ കുട്ടികളിലൊന്നല്ല ഈ ദുശീലുള്ളത്. കുട്ടികളൊക്കെ കുറെയൊക്കെ കണ്ട ഒരു മാറ്റം. സത്യത്തിൽ വലിയവരിൽ തന്നെയാണ് ഒരു തരം അഡിഷൻ ഈ ഫോണിനായിട്ടുള്ളത്. അത് ഓഫീസുകളിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് കിട്ടാഞ്ഞാൽ അവർക്കൊരു വെപ്രാണാണ്. അതുകൊണ്ട് വിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ മനസ്സിലാക്കുക, ദീനിനും ദുന്യാവിനും ദോഷകരമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളിൽ നിന്ന് മാറി നിൽക്കാൻ, ആ മാറി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇത് വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഞാൻ എത്ര മണിക്കൂർ എൻ്റെ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്നതിന് എത്ര മണിക്കൂർ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, നല്ല ഒരു കാര്യം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എത്ര മണിക്കൂർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണല്ലോ നമ്മൾ. വിശുദ്ധ ഖുർആൻ ഓതാൻ ഖുർആന്റെ ആപ്പുണ്ട്. ആ ഖുർആന്റെ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല എടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു താരതമ്യം നമ്മൾ ചെയ്യണം. ഇത് തല മൂർച്ചയുള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് തല മൂർച്ചയുള്ളതാണ്. അത് നമുക്ക് ഗുണകരമാക്കാം, ദോഷകരമാക്കാം. പരലോകത്ത് നമുക്ക് അത് അനുകൂലമായും സാക്ഷി പറയും, പ്രതികൂലമായും സാക്ഷി പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം വലിയൊരില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നിങ്ങളെപ്പോലെ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മളത് പരിമിതപ്പെടുത്തുകയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ഈ അനുഗ്രഹത്തിന് അങ്ങനെ നന്ദി ചെയ്യുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മളിൽ നിന്ന് വന്നു പോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റവും പടച്ചതമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്യന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, അള്ളാഹു അവർക്ക് മാഫറത്തും മറക്കമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരും അള്ളാഹു അവരുടെ രോഗങ്ങൾ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم